ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് KSR വോള്യൂം 2 പാർട്ട് 3 പെൻഷൻ. പാർട്ട് 3 പെൻഷനിൽ റൂള് 1 മുതൽ 151 വരെയാണ് ഉള്ളത്. 1 മുതൽ 139 വരെയുള്ള റൂളുകൾ പെൻഷൻ റൂളുകളും 140 മുതൽ 151 വരെയുള്ളത് റെക്കോർഡ് ഓഫ് സർവീസസുമാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് KSRന് 2 വോള്യങ്ങളാണ് ഉള്ളത്. വോള്യം 1ഉം വോള്യം 2ഉം. അതിൽ വോള്യം 1ൽ പാർട്ട് 1ഉം പാർട്ട് 2 ആണ്. പാർട്ട് 3 എന്ന് പറയുന്നത് വോള്യം 2ലാണ് ഉള്ളത്. ഈ പാർട്ട് 3 എക്സ്ക്ലൂസീവ്ലി പബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയത് 1974 മുതലാണ്. അതുപോലെ തന്നെ പാർട്ട് 3 നിലവിൽ വന്നത് 1/11/1956 ആണ്. KSR ഇൻ്റർപ്രറ്റ് ചെയ്യാനും അതേപോലെ തന്നെ മോഡിഫൈ ചെയ്യാനുള്ള അധികാരം ഗവൺമെൻറ് ഓഫ് കേരളയ്ക്കാണ്. ഈ പാർട്ട് 3 എന്ന് പറയുന്നത് പെൻഷൻ റൂൾസ് ആണ്. പാർട്ട് 3 അപ്ലിക്കബിൾ അല്ലാത്ത എംപ്ലോയീസ് എന്ന് പറയുന്നത് 1/4/2013 അതിനുശേഷമോ ജോലിയിൽ ജോയിൻ ചെയ്തിട്ടുള്ളവരാണ്. നമുക്കറിയുന്ന കാര്യമാണ് 1/4/2013 തൊട്ടിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളവർ NPSൽ വരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പെൻഷൻ റൂള് ബാധകം അല്ല. ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. ഫ്യൂച്ചർ ഗുഡ് കണ്ടക്ട് ഷാൽ ബി ആൻ ഇംപ്ലൈഡ് കണ്ടീഷൻ ഓഫ് എവറി ഗ്രാൻഡ് ഓഫ് എ പെൻഷൻ. ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന റൂൾ 2. ലിബറലൈസ്ഡ് പെൻഷൻ റൂൾ കം ഇൻ ടു ഫോഴ്സ് 14/11/1966. പെൻഷൻ റൂൾസ് കം ഇൻ ടു ഫോഴ്സ് വിത്ത് എഫക്ട് ഫ്രം 14th November 1966. ഒരു എംപ്ലോയിക്ക് സാലറി ലഭിക്കുന്നത് ആ മാസം കഴിഞ്ഞ ശേഷമാണ്. അതായത് നെക്സ്റ്റ് മന്തിലാണ് സാലറി ലഭിക്കുക. എന്നാൽ പെൻഷൻ ലഭിക്കുന്നത് മാസത്തിൻ്റെ ആദ്യം അഡ്വാൻസ് ആയിട്ടായിരിക്കും. ഉദാഹരണത്തിന് മെയ് മാസത്തെ സാലറി ജൂണിൽ ലഭിക്കും. എന്നാൽ മെയ് മാസത്തെ പെൻഷൻ മെയ് 1 തന്നെ ലഭിക്കുന്നതാണ്. ഇവിടെ റൂൾ 3ൽ നോട്ട് 3 ആയിട്ട് പറയുന്നുണ്ട്. ലയബിലിറ്റീസ് ഓഫ് ആൻ എംപ്ലോയി ഷുഡ് ബി ക്വാണ്ടിഫൈഡ് എയ്തർ ബിഫോർ ഓർ ആഫ്റ്റർ റിട്ടയർമെൻറ്റ് ആൻഡ് ഇൻറ്റിമേറ്റ് ടു ഹിം ബിഫോർ റിട്ടയർമെൻറ്റ് ഇഫ് പോസിബിൾ ഓർ ആഫ്റ്റർ റിട്ടയർമെൻറ്റ് വിത്ത് എ പീരിയോഡ് 3 years ഓൺ ബിക്കമിങ് പെൻഷനർ. ഒരു എംപ്ലോയിക്ക് എന്തെങ്കിലും ലയബിലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് 3 yearനുള്ളിൽ തന്നെ പെൻഷനറെ അറിയിക്കേണ്ടത് ആണ്. അതുപോലെ തന്നെ റൂൾ 3ൽ നോട്ട് 1 ആയിട്ട് പറയുന്നുണ്ട്. ഒരു എംപ്ലോയി ക്രിമിനൽ അല്ലെങ്കിൽ സിവിൽ പ്രൊസീഡിങ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഓഡിറ്റ് ഓഫീസറിനെ ഇൻറ്റിമേറ്റ് ചെയ്യേണ്ടതാണ്. വിത്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന പെൻഷൻ എമൗണ്ട് എന്ന് പറയുന്നത് 1/3 ഓഫ് ദി ഒറിജിനൽ പെൻഷൻ. അതിൽ കൂടാൻ പാടില്ല. ലയബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പെൻഷനറെ വിത്തിൻ 3 year അറിയിക്കേണ്ടതാണ്. ഓൾ പെൻഷൻ ബെനിഫിറ്റ് ഷുഡ് ബി സെറ്റിൽഡ് വിത്തിൻ 60 days ഓഫ് റിട്ടയർമെൻറ്റ്. അതായത് ഒരു ആൾ റിട്ടയർഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 months ഉള്ളിൽ തന്നെ പെൻഷൻ ബെനിഫിറ്റ്സുകളെല്ലാം റെഡി ആയിരിക്കണം എന്നാണ് പറയുന്നത്. അടുത്തത് കുറേ എക്സാംസിന് ചോദിച്ചിട്ടുള്ളതാണ്. റൂൾ 135 എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പെൻഷൻ അൺഡ്രോ ചെയ്ത് കിടന്നിട്ടുണ്ടെങ്കിൽ മോർ ദാൻ 3 years അൺഡ്രോൺ ചെയ്ത് കിടക്കുകയാണെങ്കിൽ പെൻഷൻ സീസസ് ആവും. റൂൾ 135 പെൻഷൻ അൺഡ്രോൺ ഫോർ മോർ ദാൻ 3 years the pension ceases to be payable. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് പ്രൊവിഷണൽ പെൻഷനെ പറ്റിയാണ്. റൂൾ 3A ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഡിപ്പാർട്ട്മെൻ്റൽ പ്രൊസീഡിങ്സ് അല്ലെങ്കിൽ ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് ഒക്കെ ഉള്ളവർക്ക് പ്രൊവിഷണൽ പെൻഷനാണ് ലഭിക്കുക. ഇറ്റ് ഈസ് ലെസ് ദാൻ ദി ആക്ച്വൽ പെൻഷൻ. ഇത് ആക്ച്വൽ പെൻഷനെക്കാട്ടും കുറവായിരിക്കും. പ്രൊവിഷണൽ പെൻഷൻ
നോട്ട് എക്സീഡിങ് ദ മാക്സിമം പെൻഷൻ. അടുത്തതാണ് ആൻറ്റിസിപ്പേറ്ററി പെൻഷൻ. റൂൾ 116 ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. 100% ഓഫ് ദി പ്രോബബിൾ പെൻഷൻ ആയിരിക്കും ആൻറ്റിസിപ്പേറ്ററി പെൻഷനായിട്ട് നൽകുക. ആൻറ്റിസിപ്പേറ്ററി പെൻഷൻ അഡ്മിനിസ്ട്രേറ്റീവ് റീസൺ കൊണ്ട് പെൻഷൻ കിട്ടാത്തവർക്കാണ് അത് ലഭിക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പെൻഷനെ പറ്റി പഠിക്കാം. അതായത് പെൻഷനെ 4 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് റൂൾ 32 ക്ലാസിഫിക്കേഷൻ ഓഫ് പെൻഷൻ. 4 ക്ലാസ്സസ് ആയിട്ടാണ് പെൻഷനെ തിരിച്ചിരിക്കുന്നത്. 1 കോമ്പൻസേഷൻ പെൻഷൻസ്, 2 ഇൻവാലിഡ് പെൻഷൻ, 3 സൂപ്പർ ആനുവേഷൻ പെൻഷൻ, 4 റിട്ടയറിംഗ് പെൻഷൻ. റൂൾ 33 കോമ്പൻസേഷൻ പെൻഷൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. പെർമനൻറ്റ് പോസ്റ്റ് അബോളിഷ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ജോലി നഷ്ടപ്പെടുക, അവർക്ക് മറ്റൊരു അപ്പോയിൻമെൻറ്റ് ലഭിക്കാതിരിക്കുക അല്ലെങ്കിൽ ട്രാൻസ്ഫർ ലഭിക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ അങ്ങനെയുള്ളവർക്ക് ലഭിക്കുന്നതാണ് കോമ്പൻസേഷൻ പെൻഷൻ. പിന്നെ റൂൾ 40 പറഞ്ഞിട്ടുണ്ട്, ഒരു പോസ്റ്റ് അബോളിഷ് ചെയ്യുകയാണെങ്കിൽ ഒരു പെർമനൻ്റ് എംപ്ലോയിക്ക് 3 മാസം മുമ്പ് തന്നെ നോട്ടീസ് കൊടുക്കേണ്ടതാണ്. ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഹെഡ് ഓഫ് ഓഫീസറോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റോ ആണ് ഈ എംപ്ലോയിക്ക് നോട്ടീസ് നൽകേണ്ടത്. റിലീവ് ആവുന്നതിൻ്റെ നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് ഇവർക്ക് പെൻഷൻ നൽകേണ്ടതാണ്. ഇഫ് ഹീസ് ഓൺ ലീവ് ഗിവ് ആഫ്റ്റർ ദ നെക്സ്റ്റ് ഡേ ഓഫ് ദി ലീവ്. അതായത് ഒരു എംപ്ലോയി ഇങ്ങനെ കോമ്പൻസേഷൻ പെൻഷൻ ആവുന്ന ടൈമിൽ ലീവിലാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലീവ് കഴിഞ്ഞതിന് ശേഷമുള്ള നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് ആണ് അദ്ദേഹം പെൻഷൻ ആവുന്നത്. അടുത്തത് റൂൾ 42 ഇൻവാലിഡ് പെൻഷൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. എംപ്ലോയി സഫറിംഗ് ഫ്രം എ കണ്ടീജിയസ് ഡിസീസ് ഓർ ഫിസിക്കൽ ഓർ മെൻ്റൽ ഡിസബിലിറ്റി its opinion interferes with the efficient discharge of his duties. മെഡിക്കൽ എക്സാമിനേഷൻ്റെ റിപ്പോർട്ട് മെഡിക്കൽ ബോർഡോ അല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസറിൽ നിന്നോ ലഭ്യമാക്കേണ്ടതാണ് ഇൻവാലിഡ് പെൻഷൻ ലഭിക്കുന്നതിന്. ഒരു ഉദ്യോഗസ്ഥൻ സാംക്രമിക അസുഖം മൂലമോ അദ്ദേഹത്തിന് ഫിസിക്കൽ മെൻ്റൽ ഡിസബിലിറ്റിയോ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇൻവാലിഡ് പെൻഷൻ ലഭിക്കുന്നതാണ്. ഒരു ഗസറ്റഡ് ഓഫീസർക്കാണ് ഇൻവാലിഡ് പെൻഷൻ ലഭിക്കേണ്ടതെങ്കിൽ മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. മെഡിക്കൽ ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് സിവിൽ സർജൻ തൊട്ട് മുകളിലുള്ളവർക്കാണ് നൽകാൻ സാധിക്കുക. ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ എക്സെപ്ഷണൽ കേസ് ഉണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന റൂൾ 43 Last grade employees of forest department who attain 55 may be granted invalid pension without production of medical certificate. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ 55 വയസ്സ് അറ്റൈൻ ചെയ്തിട്ടുള്ള ലാസ്റ്റ് ഗ്രേഡ് എംപ്ലോയീസിന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തന്നെ ഇൻവാലിഡ് പെൻഷൻ ലഭിക്കുന്നതാണ്. Any diseases curable by operation refuses to undergo operation and is therefore invalidate. No pension or gratuity is admissible. അതായത് ഒരു ക്യൂറബിൾ ആയിരിക്കുന്ന ഒരു ഡിസീസിന് ഓപ്പറേഷൻ ചെയ്തത് മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ ഉദ്യോഗസ്ഥൻ ഓപ്പറേഷന് റെഡിയല്ല എങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇൻവാലിഡ് പെൻഷൻ ലഭിക്കുന്നതല്ല. അതായത് ഓപ്പറേഷൻ നടത്തി മാറുന്ന അസുഖങ്ങൾ ഉണ്ടാവുമല്ലോ, അതിന് ഓപ്പറേഷൻ നടത്താതെ ഈ പെൻഷൻ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ പെൻഷൻ ലഭിക്കുന്നതല്ല. അതുപോലെ തന്നെ ഈ മെഡിക്കൽ എക്സാമിനേഷൻ്റെ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഫിസിക്കലി അൺഫിറ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ 2 മെഡിക്കൽ ഓഫീസർമാരിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. റൂള് 54 എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എംപ്ലോയി ഇൻവാലിഡേറ്റ് ആകുമ്പോൾ ലോങ് ലീവിലാവുക, ലീവ് നോട്ട് ഡ്യൂലാവുക, അങ്ങനെയുള്ള സമയത്ത് ദ ഡേറ്റ് ഓഫ് ഇൻവാലിഡിറ്റി ഷാൽ ബി ദാറ്റ് ഓഫ് ദ ഫോളോയിങ്
എക്സ്പയറി ഓഫ് ദി ലീവ്. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഈ റൂൾ 42-ൽ 3-ൽ പറയുന്നുണ്ട്, ഇൻവാലിഡ് പെൻഷൻ ലഭിക്കുമ്പോൾ ക്വാളിഫയിങ് സർവീസ് 5 വർഷത്തെ വെയിറ്റേജ് ലഭിക്കുന്നതാണ്. 30 വർഷത്തെ സർവീസ് വരെ. ഒരാൾക്ക് സർവീസ് 30 വർഷമില്ല, പക്ഷേ ഇൻവാലിഡ് പെൻഷൻ അദ്ദേഹത്തിന് കൊടുക്കുകയാണ് എങ്കിൽ അദ്ദേഹത്തിന് 5 വർഷത്തെ ക്വാളിഫയിങ് സർവീസ് വെയിറ്റേജ് ലഭിക്കുന്നതാണ്. 30 വർഷം വരെ മാത്രമേ ഇത് ലഭിക്കുകയുള്ളൂ. പറയുന്നൊരു കാര്യമാണ് ക്വാളിഫയിങ് സർവീസ് റൗണ്ട് ഓഫ് ചെയ്യുന്നത്. ഫ്രാക്ഷൻ ലെസ് ദാൻ ഹാഫ് ഇയർ ആണെങ്കിൽ, അതായത് ലെസ് ദാൻ 6 months ആണെങ്കിൽ ഷാൽ ബി ഇഗ്നോർ. ഹാഫ് ഇയറോ അല്ലെങ്കിൽ ഓർ എബവ് അങ്ങനെയാണെങ്കിൽ ഷാൽ ബി റൗണ്ടഡ് ടു ദ നെക്സ്റ്റ് കംപ്ലീറ്റഡ് ഇയർ. ഇപ്പോൾ 28 വർഷവും 2 മാസവും ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്വാളിഫയിങ് സർവീസ് 28 വർഷമായിരിക്കും. 28 വർഷവും 6 മാസവുമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്വാളിഫയിങ് സർവീസ് 29 വർഷമായിരിക്കും. അതുപോലെ തന്നെ 28 വർഷവും 8 മാസവുമാണ് ഒരാളുടെ സർവീസ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്വാളിഫയിങ് സർവീസ് 29 വർഷമായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. അതുപോലെ തന്നെ ക്വാളിഫയിങ് സർവീസ് കണക്ക് കൂട്ടുന്ന സമയത്ത് 29 വർഷവും 1 ദിവസവും ആണെങ്കിൽ പോലും അത് 30 കണക്ക് കൂട്ടുന്നതാണ്. അടുത്തത് സൂപ്പർ ആനുവേഷൻ പെൻഷൻ. അത് റൂൾ 55-ലാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. റിട്ടയർ അറ്റ് എ പർട്ടിക്കുലർ ഏജ്. ഒരു പർട്ടിക്കുലർ ഏജിൽ കമ്പൽസറി റിട്ടയർമെൻറ്റ് ആവുന്നതിനെ പറയും സൂപ്പർ ആനുവേഷൻ പെൻഷൻ. അങ്ങനെ ലഭിക്കുന്ന പെൻഷനാണ് സൂപ്പർ ആനുവേഷൻ പെൻഷൻ. ഇപ്പം നിലവിൽ സൂപ്പർ ആനുവേഷൻ്റെ പ്രായം എന്ന് പറയുന്നത് 56 വയസ്സാണ്. NPSകാർക്കത് 60 വയസ്സ് ആണ്. അടുത്തത് റിട്ടയറിംഗ് പെൻഷൻ. അത് റൂൾ 56-ലാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇത് വോളണ്ടറി റിട്ടയർമെൻറ്റ് ആവുന്നവർക്ക് ലഭിക്കുന്നതാണ് റിട്ടയറിംഗ് പെൻഷൻ എന്ന് പറയുന്നത്. ഹൂ റിട്ടയർ വോളണ്ടറിലി ആഫ്റ്റർ 20 years ക്വാളിഫയിങ് സർവീസ്. 20 വർഷം ക്വാളിഫയിങ് സർവീസ് ഉള്ളവരാണ് വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുക്കുക. അവർക്ക് ലഭിക്കുന്ന പെൻഷനാണ് റിട്ടയറിംഗ് പെൻഷൻ. റിട്ടയർ ആവാൻ ആഗ്രഹിക്കുന്നതിന് 3 മാസം മുമ്പ് തന്നെ നോട്ടീസ് നൽകേണ്ടതാണ്. എംപ്ലോയി മേക്ക് എ റിക്വസ്റ്റ് ഇൻ റൈറ്റിംഗ് ടു ദി അപ്പോയിൻറ്റിംഗ് അതോറിറ്റി ടു അക്സെപ്റ്റ് നോട്ടീസ് ഓഫ് ലെസ് ദാൻ 3 months ഗിവിംഗ് റീസൺ ദെർഫോർ. ഈ റിക്വസ്റ്റ് അപ്പോയിൻറ്റിംഗ് അതോറിറ്റി സ്വീകരിക്കുകയും 3 മാസത്തിന് ശേഷം റിട്ടയർഡ് ആവാൻ സാധിക്കുന്നതാണ്. അതായത് ലീവ് നോട്ട് ഡ്യൂ സമയത്താണ് ഈ റിട്ടയറിംഗ് പെൻഷൻ ലഭിക്കുന്നതെങ്കിൽ ആ ലീവ് ക്യാൻസൽ ആകുന്നതാണ്. എംപ്ലോയി takes place while on leave not due, the retirement shall be effective from the date of commencement of leave and leave salary paid recovered either from the DCRG payable to him or otherwise. അതുപോലെ തന്നെ ഗവൺമെൻറ് സർവൻസ് പെർമിറ്റഡ് ടു എൻകാഷ് ദ ലീവ് അറ്റ് ക്രെഡിറ്റ് as on the date of request for voluntary retirement or to eligible leave due except leave not due after applying for voluntary retirement. ഗവൺമെൻറ് സർവൻസിന് അവരുടെ ക്രെഡിറ്റിലുള്ള ലീവുകൾ എൻകാഷ് ചെയ്യാവുന്നതാണ് വോളണ്ടറി റിട്ടയർമെൻറ്റിന് റിക്വസ്റ്റ് കൊടുക്കുന്ന ഡേറ്റ് വരെ ഉള്ളത്. ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ആൻ എംപ്ലോയി ഈസ് സർട്ടിഫൈഡ് ആസ് incapacitated to continue in service, he will be eligible for option A compensation pension, option B superannuation pension, option C invalid pension, option D voluntary pension. Correct answer is option C invalid pension.
Next question. If departmental inquiry or proceedings is pending against a retired official, then he is eligible only for option A superannuation pension, option B invalid pension, option C provisional pension, option D none of these. Correct answer is option C provisional pension. Next question. An officer had put in a total qualifying service of 29 years and 179 days. Then for the purpose of pension calculation, qualifying service can be calculated as option A 30 years, option B 29 years, option C 29 year and half, option D none of these. Correct answer is option A 30. Next question. Which among the following forms the base of pension calculation? Option A total emoluments, option B last month basic pay, option C average emoluments of last 10 months, option D average emoluments for the last financial year. Correct answer is option C average emoluments of last 10 months. Next question. What is the maximum ceiling proposed for provisional pension? Option A no ceiling proposed, option B 75% of the pension, option C 90% of the pension, option D none of these. Correct answer is option A no ceiling proposed. Next question. The qualifying service of a staff nurse was 9 years and 2 days. The pension sanctioning authority rounded off to 10 years. Mark a comment on this. Option A, it is an example of ordinary rounding. Option B, the act of the officer is void. It is an example of special rounding. Option D, 9 year and 6 months is needed for rounding off to 10 years. Correct answer is option C. It is an example of special rounding. Pension, DCRG ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് മിനിമം പെൻഷൻ, മിനിമം DCRG, മാക്സിമം പെൻഷൻ, മാക്സിമം DCRG ഇതൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് സർവീസിനെ റൗണ്ട് ഓഫ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിനിമം പെൻഷൻ കിട്ടുന്നതിന് 10 ഇയേഴ്സ് സർവീസ് വേണം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് 9 ഇയർ 1 ഡേ ആണെങ്കിൽ പോലും അതിനെ 10 ആക്കി റൗണ്ട് ചെയ്യും. അങ്ങനെയുള്ള റൗണ്ടിങ്ങിനെ സ്പെഷ്യൽ റൗണ്ടിങ് എന്നാണ് നമ്മൾ പറയുക. എന്നാൽ അല്ലാതെ ക്വാളിഫയിങ് സർവീസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ 26 വർഷവും 1 മാസവും സർവീസുള്ള ഒരാൾക്കാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സർവീസ് 26 വർഷത്തെ സർവീസാണ് കൗണ്ട് ചെയ്യുക. എന്നാൽ 26 ഇയേഴ്സും 6 മന്തും ക്വാളിഫയിങ് സർവീസ് ഉള്ള ആളുടെ പെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് അത് 27 വർഷമായിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇതിനെയാണ് പറയുക ഓർഡിനറി റൗണ്ടിങ്. Next question. Pension ceases to be payable if it remain undrawn for a period of dash years. Option A 10, option B 5, option C 3, option D 7. Correct answer is option C 3. In case of foreign service, pension contribution will be calculated as option A 10% of the maximum of the scale of pay, option B 15% of minimum of the scale of pay, option C 15% of maximum of the scale of pay, option D 15% of the basic pay. Correct answer is option C 15% of the maximum of the scale of pay. Next question. The maximum provisional pension admissible is option A half of the normal pension, option B limited to 50,000, option C 75% of the normal pension, option D none of the above.
Correct answer is option D, none of the above. Next question. Which among the following is the senior most rule in KSR? Option A, TA rules. Option B, joining time rules. Option C, pay fixation rules. Option D, pension rule. Correct answer is option D, pension rule. Next question. Superannuation pension calculation is based on option A, total emolument for last 10 months. Option B, average emoluments based on last 10 months pay. Option C, total of the last 10 months pay. Option D, average emoluments based on the last 12 months pay. Correct answer is option B, average emoluments based on last 10 months pay. Next question. The liberalized pension scheme came into force with effect from option A, 1 November 1956. Option B, 1st November 1960. Option C, 14th November 1968. Option D, none of these. Correct answer is option D, none of these. നമുക്കിതിൻ്റെ ആൻസർ അറിയാം. 14th November 1966 ആണ് ആൻസർ. Next question. Every head of office shall undertake the work of preparation of pension papers dash in advance of the date on which a government employee is due to retire on superannuation. Option A, 2 years. Option B, 3 months. Option C, 6 months. Option D, 1 year. Correct answer is option D, 1 year. Next question. If a pensioner wish to accept any employment under a government within or outside India, he should obtain the previous sanction of the dash to such acceptance. Option A, head of the department. Option B, government secretary is concerned. Option C, central government. Option D, state government. Correct answer is option D, state government. Next question. Whose sanction is required for the re-employment of pensioner? Option A, head of the department. Option B, accountant general. Option C, finance minister. Option D, government. Correct answer is option D, government. Next question. An employee is selected for discharge owing to the abolition of the permanent post. Abolition of a permanent post, then the admissible pension would be option A, provisional pension. Option B, invalid pension. Option C, retiring pension. Option D, compensation pension. Correct answer is option D, compensation pension. Next question. The concession of rounding off fraction of a year is not allowed for calculation of the length of service for the grant of option A, superannuation pension. Option B, compensation pension. Option C, invalid pension. Option D, none of the above. Correct answer is option D, none of the above. Next question. An officer is dismissed from service for grave misconduct. He is eligible to receive only dash if he deserves it. Option A, compassionate allowance. Option B, ex gratia allowance. Option C, pension. Option D, family pension. Correct answer is option A, compassionate allowance. Next question. The minimum qualifying service required for pension to a differently abled employee is dash years. Option A, 5. Option B, 4. Option C, 3. Option D, 2. Correct answer is option C, 3. Next question. Future good conduct shall be an implied condition for granting. Option A, DCRG. Option B, commutation of pension. Option C, voluntary retirement. Option D, pension. Correct answer is option D, pension.
Next question. Anticipatory pension shall be paid for a period of dash from the date of retirement of the government employee in the first instance. Option A 3 months, option B 6 months, option C 1 year, option D 2 months. Correct answer is option B 6 months. ഇപ്പം നമ്മൾ 2 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്കും ഇത്രത്തോളം ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഒരു കാര്യം മിസ് ചെയ്യാതെ എല്ലാവരും ഓർത്ത് വെക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.